നമസ്കാരം. KFCയിൽ നടന്ന നിക്ഷേപ അഴിമതിയിൽ പാർട്ടി ബന്ധുക്കൾ നടത്തിയത് വഴിവിട്ട നീക്കമെന്ന് വ്യക്തമായി കഴിഞ്ഞു. അനിൽ അംബാനിയുടെ സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ച ശേഷമാണ് ബോർഡ് യോഗത്തിൽ പോലും ഇക്കാര്യം അവതരിപ്പിച്ചിട്ടുള്ളത്. CPM വനിതാ നേതാവിന്റെ മകൻ നടത്തിയിട്ടുള്ള ഈ വഴിവിട്ട നീക്കത്തിന് സർക്കാരിന്റെ പിന്തുണയും ഉണ്ടായിരുന്നു. നിക്ഷേപം നടത്തിയ ശേഷമാണ് ഇക്കാര്യം ബോർഡ് അംഗീകരിച്ചതും. ഇത് തെളിയിക്കുന്ന രേഖകളൊക്കെ പുറത്തു വരികയും ചെയ്തു. ഇതോടെ അത്ര നിഷ്കളങ്കമായിരുന്നില്ല KFCയിലെ ഇടപാട് എന്ന് വ്യക്തമാവുകയാണ്. ഇതിലൂടെ ഖജനാവിന് നഷ്ടമായത് 100 കോടി രൂപയാണ്. സർക്കാർ തലപ്പത്ത് നടന്ന ഒത്തുകളിയുടെ ഭാഗമായാണ് പെരുംകൊള്ള നടന്നത്. ഏതൊക്കെ പാർട്ടി ബന്ധുക്കൾക്കാണ് ഇതിന്റെ ഗുണം കിട്ടിയതെന്ന ചർച്ചയും സജീവം. അനിൽ അംബാനിയുടെ സ്ഥാപനത്തിൽ KFC നടത്തിയ നിക്ഷേപം നിയമപരമാണെന്നാണ് മുൻ ധനമന്ത്രി തോമസ് ഐസക്കും ഇപ്പോഴത്തെ ധനമന്ത്രി ബാലഗോപാലും പറയുന്നത്. എന്നാൽ നിയമവിരുദ്ധമാണെന്നാണ് SFC നിയമത്തിലെ 33, 34 സെക്ഷനുകൾ തെളിയിക്കുന്നത്. റിലയൻസ് കമ്പനിയിൽ നിക്ഷേപം നടത്തിയത് 2018 ഏപ്രിൽ 16-നാണ്. എന്നാൽ 2018 വർഷത്തെ ആദ്യ ബോർഡ് മീറ്റിംഗ് നടന്നത് ജൂൺ 18-നാണെന്ന് KFC വാർഷിക റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ബോർഡിന്റെ അംഗീകാരമില്ലാതെയാണ് റിലയൻസ് കമ്പനിയിൽ നിക്ഷേപം നടത്തിയതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ഇത് വ്യക്തമാകുന്ന രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തിനാണ് 60 കോടിയിൽ അധികം ബോർഡ് അനുമതിയില്ലാതെ നിക്ഷേപിച്ച് എന്നതാണ് ഉയരുന്ന ചോദ്യം. നിക്ഷേപിച്ച ശേഷം അനുമതി തേടിയതുകൊണ്ട് അത് അംഗീകരിക്കാതിരിക്കാൻ ബോർഡിന് കഴിയാത്ത സാഹചര്യവും ഉണ്ടായി. എല്ലാം അവതരിപ്പിച്ചത് CPM രാഷ്ട്രീയത്തിൽ ഏറെ സ്വാധീനമുള്ള വനിതാ നേതാവിന്റെ മകനാണെന്നതും ബോർഡിന് സമ്മർദ്ദമാവുകയും ചെയ്തു. കോവിഡ് കാലത്ത് ഓസ്ട്രേലിയയിൽ നിന്നും വന്ന മകൻ എല്ലാ നിയന്ത്രണവും വിട്ട് പുറത്തിറങ്ങി നടന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കുടുങ്ങിയ അതേ നേതാവിന്റെ മകനാണ് KFCയിലെ നിക്ഷേപത്തിന് പിന്നിൽ. കോവിഡ് കാലത്ത് മറ്റൊരു മകന്റെ കറക്ക വിവരമറിഞ്ഞ് ചോദിക്കാനെത്തിയ ആരോഗ്യവകുപ്പ് അധികൃതരോട് ഞാൻ ആരാണെന്നറിയാമോ എന്നും നിന്റെയൊന്നും പണി കാണില്ല എന്നും പറഞ്ഞ് അമ്മ ഭീഷണിപ്പെടുത്തിയത് കേരളം ചർച്ച ചെയ്തിരുന്നു. ഓസ്ട്രേലിയയിൽ നിന്നും നാട്ടിലെത്തിയ മകൻ ഹോം ക്വാറന്റൈൻ ലംഘിച്ചെന്ന പരാതി അന്വേഷിക്കാനെത്തിയ ഹെൽത്ത് ഇൻസ്പെക്ടർമാരോട് തട്ടിക്കയറിയ നേതാവിനെതിരെ കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. മകൻ ആരോഗ്യ പ്രവർത്തകർ പരിശോധനയ്ക്ക് വീട്ടിലെത്തുമ്പോൾ വീട്ടിലുണ്ടായിരുന്നില്ല. നിർബന്ധമായും ഹോം ക്വാറന്റൈൻ പാലിക്കാൻ ഇയാളോട് നിർദ്ദേശിച്ചിരുന്നതാണ്. എന്നാൽ ഇയാൾ വിലക്ക് ലംഘിച്ച് പുറത്തിറങ്ങി. ഇതോടെയാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ നൽകിയ പരാതിയിൽ ആരോഗ്യ പ്രവർത്തകരോട് മോശമായി പെരുമാറിയതിന് പ്രേമജിത്തിനെതിരെ പോലീസ് കേസെടുത്തത്. അംബാനിയുടെ കമ്പനിയിലെ നിക്ഷേപത്തിന് സർക്കാർ പറയുന്ന രണ്ടാമത്തെ വാദം RCFL കമ്പനിക്ക് റേറ്റിംഗ് ഉണ്ടായിരുന്നു എന്നാണ്. എന്നാൽ 3 വർഷത്തെ ബാലൻസ് ഷീറ്റ് പോലും ആകുന്നതിന് മുൻപാണ് മുങ്ങിക്കൊണ്ടിരിക്കുന്ന കമ്പനിയിൽ KFC 60 കോടി 80 ലക്ഷം നിക്ഷേപിച്ചത്. ഇതിനു പിന്നിൽ കമ്മീഷൻ മാത്രമായിരുന്നു ലക്ഷ്യമെന്ന് വ്യക്തമാണ്. മന്ത്രിമാർ പറയുന്നത് പോലെ ഇത്രയും സുതാര്യത ഉണ്ടായിരുന്നുവെങ്കിൽ നിയമസഭയുടെ 11ാം സമ്മേളനത്തിൽ ചോദ്യം നമ്പർ 4398 4400 KFCയുടെ റിലയൻസ് നിക്ഷേപ വിവരങ്ങൾ ചോദിച്ചിട്ടും ഇതുവരെ മറുപടി നൽകാത്തത് എന്തുകൊണ്ടാണെന്നതും സംശയം കൂട്ടുന്നുണ്ട്. സംസ്ഥാനത്തെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങൾ അടക്കമുള്ള വ്യവസായങ്ങൾക്ക് വായ്പകൾ നൽകാനാണ് KFC രൂപീകരിച്ചത്. എന്നാൽ 2018 ഏപ്രിൽ 26-ന് അനിൽ അംബാനിയുടെ RCFL എന്ന സ്ഥാപനത്തിൽ 60 കോടി 80 ലക്ഷം രൂപ നിക്ഷേപിച്ചു. KFCയുടെ ആസ്തി വായ്പാ പരിപാലന സമിതിയുടെ തീരുമാനപ്രകാരമാണ് നിക്ഷേപം നടത്തിയത്. എന്നാൽ 2018-19 വാർഷിക റിപ്പോർട്ടിൽ നിക്ഷേപം നടത്തിയ സ്ഥാപനത്തിന്റെ പേര് മറച്ചുവെച്ചുകൊണ്ട് ബാങ്കിൽ ടേം നിക്ഷേപം എന്നാണ് ചൂണ്ടിക്കാട്ടിയത്. 2019-20 വാർഷിക റിപ്പോർട്ടിലാണെങ്കിൽ NCDയിലാണ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിയമപ്രകാരം റിസർവ് ബാങ്കിലോ ദേശസാൽകൃത ബാങ്കിലോ മാത്രമേ പണം നിക്ഷേപിക്കാൻ പാടുള്ളൂ. ബോണ്ടിലുള്ള നിക്ഷേപമാണെങ്കിൽ അത് ബോർഡ് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. 2018-19 സാമ്പത്തിക വർഷത്തിൽ KFC ബോർഡ് യോഗം നടന്നത് 2018 ജൂൺ 18-ലാണ്. എന്നാൽ അംബാനിയുടെ കമ്പനിയിൽ 2018 ഏപ്രിൽ 19-ന് പണം നിക്ഷേപിച്ചിരിക്കുന്നത് ഒരു ബാങ്കിംഗ് ഇതര സ്ഥാപനമായതുകൊണ്ട് തന്നെ നിയമപരമായി അതിൽ നിക്ഷേപിക്കാൻ സാധിക്കില്ല. 2019 RCFL കമ്പനി ലിക്വിഡേറ്റ് ചെയ്യപ്പെട്ടു. 2020 മാർച്ച് മുതൽ പലിശ പോലും ലഭിച്ചിട്ടില്ല.
RCFL ലിക്വിഡേറ്റ് ചെയ്തപ്പോൾ 7.9 കോടി രൂപ ലഭിച്ചിട്ടുള്ളതായി 2020-21 വാർഷിക റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പലിശയുൾപ്പെടെ 101 കോടി രൂപ ഈ നിക്ഷേപത്തിലൂടെ നഷ്ടപ്പെട്ടു എന്നാണ് കണക്ക്. KFCയിലെ ഇടത് സംഘടനാ നേതാക്കളും മാനേജ്മെന്റും സർക്കാരിന്റെ ഒത്താശയോടെ നടത്തിയ വൻ കൊള്ളയാണിതെന്നാണ് ആക്ഷേപം. നന്ദി.